ഡാനിത ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭാഗത്ത് വെട്ടിലാക്കുന്ന സാഹചര്യമാണോ സന്ദീപ് വാര്യർ സൃഷ്ടിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ മാത്രമല്ല, രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവരും അത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ ഡാനിലേക്ക് വീണ്ടും വരുന്ന സംശയം എന്നത് അവരുടെ ഒരു തുടർ നീക്കങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചാണ്. അതായത് സന്ദീപ് വാര്യർ അല്ലെങ്കിൽ ദീപ ജോസഫിനെ പോലെയുള്ളവർ ഒക്കെ ഇനി എന്താണ് നീക്കങ്ങൾ? അവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഒക്കെ കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ തടവിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഡാനിലേക്ക് തന്നെ പോകുമ്പോൾ ഡാൻ, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയേണ്ടത് രാഹുൽ ഈശ്വർ നിരാഹാര സമരത്തിലേക്ക് പോകുന്നു എന്ന് ഇന്നലെ തന്നെ പറഞ്ഞതാണ്. രാഹുൽ വീണ്ടും കോടതിയെ സമീപിക്കുന്നുണ്ട് ജാമ്യത്തിനു വേണ്ടി. ഒപ്പം മുൻകൂർ ജാമ്യാപേക്ഷയുമായി സന്ദീപ് വാര്യരും രംഗത്തെത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണ് അവരുടെ, അതായത് അതിജീവിതയെ അപമാനിച്ച കേസിലെ പ്രതികളുടെ തുടർ നീക്കങ്ങൾ? ഇപ്പോൾ ഇതാ പുതിയൊരാൾ കൂടി, അതായത് കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ കൂടി പ്രതിപട്ടികയിലേക്ക് എത്തുന്നു എന്ന വിവരം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ സൈബർ ബുള്ളിങ്ങിന്റെ തുടക്കം എവിടെ നിന്ന് എന്ന് പരിശോധിക്കുന്നിടത്താണ് ഇതിന് പിന്നിലെ ആസൂത്രണം എത്ര വലുതായിരുന്നു എന്ന കാര്യം ബോധ്യം വരിക. അതായത് ഈ യുവതി ഇതുമായി ബന്ധപ്പെട്ട പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് ശേഷമാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അവരുടെ സമൂഹ മാധ്യമത്തിലൂടെ നീണ്ട ഒരു കുറിപ്പ്, അതായത് ഇവിടം കൊണ്ട് നിർത്തിക്കോളൂ, അതല്ല എങ്കിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞ് വളരെ ഡയറക്റ്റായി ഈ യുവതിയെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ, അവരുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് വരുന്നു. ഒരു ഭീഷണിയുടെ സ്വരം ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അതായത് ഇങ്ങനെയൊരു പരാതി അന്വേഷണ സംവിധാനങ്ങൾക്ക് മുമ്പിൽ, പോലീസ് സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് വസ്തുത. കാരണം അങ്ങനെയാണ് ഇതിന് തുടക്കം. അതിന് തൊട്ടു പിന്നാലെ ഈ സന്ദീപ് വാര്യറും രാഹുൽ ഈശ്വറും അടക്കം ഇപ്പോൾ ഈ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന അധിക്ഷേപ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഈ രാഹുൽ ഈശ്വർ നമ്മുടെ ചർച്ചയ്ക്കിടയിലാണ് സന്ദീപ് വാര്യറിന്റെ ഒരു പോസ്റ്റിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞ് 2024 ഓഗസ്റ്റ് മാസത്തിൽ ഇരിയുടെ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തതാണ് എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്നായിരുന്നു നമ്മുടെ ചർച്ചയിൽ രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത്. അതായത് അങ്ങനെ ഒരു നറേഷൻ കൊണ്ടുവരികയും ആ 2024 ഓഗസ്റ്റ് മാസത്തിൽ താൻ ആ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പൊതുസമൂഹത്തോട് ഡേറ്റ് സഹിതം പറഞ്ഞ് സന്ദീപ് വാര്യർ പരസ്യമായി തന്നെ പ്രതികരണം നടത്തുകയും ചെയ്യുന്നതിലൂടെ രാഹുൽ അനുകൂലികൾക്ക് വളരെ പെട്ടെന്ന് സന്ദീപ് വാര്യറുടെ ടൈം ലൈനിൽ നിന്ന് ആ ഫോട്ടോ ട്രേസ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിമിഷങ്ങൾക്കകം ഉണ്ടായി. അതിനുശേഷം കൃത്യമായ കരങ്ങളിൽ മുൻകൂട്ടി തയ്യാറാക്കിയതനുസരിച്ച് കൃത്യമായ കരങ്ങളിൽ ഈ ഫോട്ടോ എത്തിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മറ്റ് പല ഭാഗത്തു നിന്ന് വന്ന ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യർ ഈ ഫോട്ടോ അവിടുന്ന് ഹൈഡ് ചെയ്യുകയായിരുന്നു, ഡിലീറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇരയെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കുക, അതോടൊപ്പം ഇരയുടെ ധാർമ്മിക വശങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് അവർ മാത്രമല്ല രാഹുലും ഇരയാണ് എന്ന ഒരു പ്രചാരണം ബോധപൂർവം നടത്തുന്നതിനുള്ള ഒരു നീക്കം ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 5 പേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തൽ. അതിനുവേണ്ടി ഇരയുടെ ചിത്രങ്ങളടക്കം ലാപ്ടോപ്പിലെ പ്രത്യേക ഫോൾഡറിൽ രാഹുൽ ഈശ്വർ സൂക്ഷിച്ചിരുന്നെന്നും ഇത് മറ്റ് പലർക്കും അയച്ചു കൊടുക്കാനുള്ള നീക്കമാണ് രാഹുൽ ഈശ്വർ നടത്തിയതെന്നുമാണ് പ്രാഥമികമായി ഈ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. മാത്രമല്ല ഈ കേസിലെ 1-ാം പ്രതിയായ രഞ്ജിത പുളിക്കൻ, 2-ാം പ്രതിയായ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അതോടൊപ്പം ഈ കേസിലെ 4-ാം പ്രതിയായ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സന്ദീപ് വാര്യർ, ഇവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിലെ ഗൂഢാലോചന എന്ത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരുള്ളൂ. അതായത് ഒരു ക്രിമിനൽ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. നിലവിൽ അവർക്ക് അത് സംബന്ധിച്ച് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന സൂചന. യെസ്, അതാണ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. അതായത് ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഗൗരവതരമായ കുറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവരൊക്കെ സമൂഹത്തിൽ വളരെ കൃത്യമായി പൊതുജനങ്ങളുമായി ഇടപെടുന്ന, സാമൂഹികമായ ഉത്തരവാദിത്വം എന്ത് എന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയ മേഖലയിൽപ്പെട്ടവർ, ആക്ടിവിസ്റ്റുകൾ, അഭിഭാഷകർ, സംഘടനാ ചുമതലയുള്ളവർ, അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള
പ്രവർത്തികൾ ചെയ്തത് എന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. അവിടെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയം ആയിരിക്കാം അവർക്കുള്ളത്. അത് അവരുടെ വ്യക്തിപരമായ നിലപാടാണ്. പ്രിയ പ്രേക്ഷകരെ, ആവർത്തിച്ച് പറയുന്നു, അത്തരത്തിൽ വ്യത്യസ്തമായ നിലപാടുകളുണ്ട് ഈ വിഷയത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട്. പക്ഷേ അത് അതിജീവിതയെ അപമാനിച്ചുകൊണ്ടോ അവരുടെ ഐഡന്റിറ്റിയെ പുറത്തുവിട്ടുകൊണ്ടോ ആയിരിക്കരുത് എന്നത് ഓർമ്മിപ്പിക്കാതെ വയ്യ. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാനും സാധിക്കില്ല. ആർഗ്യുമെന്റുകൾ, നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. അതുമാത്രമല്ല, എത്ര വലിയ തെറ്റുകൾ ചെയ്യുന്ന പ്രതിക്കും പറയാനുള്ളത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ, അത് സുപ്രീം കോടതിയാണ് എങ്കിൽ പോലും എത്ര വലിയ ശിക്ഷ വിധിക്കുന്നവനും എന്താണ് പറയാനുള്ളത് എന്നത് കോടതി കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊള്ളൂ, പക്ഷേ അതിജീവിതയെ അപമാനിച്ചുകൊണ്ടാകരുത് അത്തരം പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അതിശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് അഭിനന്ദനാർഹമായ പ്രവൃത്തിയാണ്. ഇപ്പോഴിതാ മറ്റ് 2 പേർ കൂടി ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. എറണാകുളം സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു 2 പേർക്ക് നേരെ എന്നുള്ളതാണ്. അതിൽ ഒരാൾ റസാഖ് PA എന്നതാണ്, രണ്ടാമത്തെ ആൾ രാജു വിദ്യകുമാർ എന്നതാണ്. ഇതാ ഈ 2 പേരുടെ വിശദാംശങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഇതാ ഇപ്പോൾ 2 പേർക്കെതിരെ കൂടി കേസ് എടുത്തിരിക്കുന്നു. കണ്ണൂരിൽ മറ്റൊരാൾക്ക് കൂടി കേസുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഇതോടെ 20ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എറണാകുളം സൈബർ പോലീസാണ് എറണാകുളത്ത് 2 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. റസാഖ് PA, രാജു വിദ്യകുമാർ എന്നിവർക്കെതിരെയാണ് IT ആക്ട് പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുകയും അതിന് താഴെ മോശം കമന്റുകൾ, മോശം വാക്കുകൾ ഇടുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള, നമുക്കറിയാം, രാഹുൽ ഈശ്വറിനെയൊക്കെ അറസ്റ്റിലേക്ക് വരെ നയിച്ച സംഭവം തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇവർക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളടക്കം വലിയ നിരീക്ഷണത്തിലാണ് ഇപ്പോഴുള്ളത്. ഈ പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയും ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. സൈബർ ടീം ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളെല്ലാം പരിശോധിച്ചു വരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നതിനപ്പുറത്തേക്ക് ഈ യുവതിയെ വളരെ മോശമായി ചില പരാമർശങ്ങൾ നടത്തുകയും അവരുടെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടി ശക്തമാക്കിയിരിക്കുന്നത്. എറണാകുളത്ത് 2 പേർക്കെതിരെയാണ് സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. റസാഖ് PA, രാജു വിദ്യകുമാർ എന്നിവരാണ്. ഇവർ ഈ പെൺകുട്ടിയുടെ ചിത്രമടക്കം സമൂഹ മാധ്യമങ്ങൾ നൽകിക്കൊണ്ട് മോശം കമന്റിട്ടു എന്നാണ് പോലീസ് പറയുന്നത്. യെസ്, അതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് പോലീസ് പറയുന്നതനുസരിച്ച് ഈ യുവതിയുടെ ചിത്രങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് യുവതിയുടെ വിവാഹ ചിത്രം എന്നത് തന്നെയാണ്. ആ വിവാഹ ചിത്രമാണ് അധികമായും ഇപ്പോൾ ഐഡന്റിറ്റി പുറത്ത്